ബിഗ് ബോസ് മലയാളം സീസൺ 7 എട്ടാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട 11 പേർക്ക് കിട്ടിയ വോട്ട് വിവരങ്ങൾ എത്രയാണെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ആഴ്ചയിൽ ഏകദേശം എല്ലാ ആളുകളും എവിക്ഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ പ്രധാനമായും ഫാൻ ബേസ് ഉള്ള അനീഷും ഷാനവാസ് തമ്മിൽ കടുത്ത മത്സരമാണ് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ആഴ്ച പുറത്താവുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോൾ അനീഷാണ്. രാവിലെ ഷാനവാസ് ആയിരുന്നു. എന്നാൽ ഷാനവാസിനെ പിന്തള്ളി അനീഷ് 16,650 വോട്ടുകളുടെ കൂടിയാണ് നിലവിൽ ഒന്നാം സ്ഥാനം തുടരുന്നത്. അനീഷിന് നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയുണ്ട്. തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മുടെ ഷാനവാസാണ്. രാവിലെ വരെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഷാനവാസ് ഇപ്പോൾ 16,000 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ്. ഓൾറെഡി ഇവർ രണ്ടുപേരിൽ ആരാണ് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമുക്കിടയിൽ ഒരു തർക്കമുണ്ട്. കാര്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതിനുശേഷം മൂന്നാം സ്ഥാനത്ത് ഉള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്കുള്ളത് 11,560 വോട്ടാണ്. 11,560 വോട്ടുകളുടെ കൂടി ശക്തമായ മത്സരം തന്നെയാണ് ലക്ഷ്മിയും അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നാലാം സ്ഥാനത്ത് ഉള്ളത് നമുക്കറിയാം അക്ബറാണ്. അക്ബറിന് 9,870 വോട്ടുകളാണ് ഉള്ളത്. അക്ബർ ഒരു നല്ല എൻ്റർടൈനർ ആണെന്നും അക്ബർ അവിടെയുള്ള ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണെന്നും അക്ബറിന് പുറത്ത് അത്യാവശ്യം ഫാൻസ് ഉണ്ടെന്നല്ല നമുക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9,870 വോട്ടുകളുടെ കൂടി അക്ബർ ഇപ്പോൾ തുടരുന്നത്. പിന്നെയുള്ളത് ജിസേലാണ്. ജിസേലിന് 9,100 വോട്ടുകളാണ്. അഞ്ചാം സ്ഥാനത്തുള്ള ജിസേലിന് ബോംബെ നടക്കമുള്ള വോട്ടുകൾ കിട്ടി എന്നുള്ളതാണ്. കാര്യം PR വർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥി കൂടിയാണല്ലോ ജിസേൽ. അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ജിസേൽ തുടരുന്നുണ്ട്. ആദ്യമായിട്ട് നോമിനേഷൻ വന്ന ജിഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് 7,650 വോട്ടാണ്. 7,650 വോട്ടുകളുടെ കൂടി അത്യാവശ്യം രീതിയിൽ ശക്തമായ രീതിയിൽ പുറത്താകില്ല എന്നുള്ള രീതിയിലുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നമ്മുടെ ജിഷിൻ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഭിലാഷാണ്. ജിഷിൻ കഴിഞ്ഞാൽ 7,100 വോട്ടുകളുടെ കൂടിയാണ് നമ്മുടെ അഭിലാഷ് ആ ലിസ്റ്റ് സ്ഥാനം ഉറപ്പിക്കുന്നത്. അഭിലാഷ് മിന്നിയും തമ്മിലാണ് ഒരു പക്ഷേ അവിടെ ടൈറ്റായിട്ടുള്ള ഒരു മത്സരം നടക്കാനുള്ള ചാൻസസ് കൂടുതൽ. അഭിലാഷ് ഈ ആഴ്ച പുറത്താകില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഈ വോട്ടിൻ്റെ ബലത്തിൽ. അഭിലാഷ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആൾ നമ്മുടെ ബിന്നിയാണ്. ബിന്നി 8ാം സ്ഥാനത്താണുള്ളത്. ബിന്നിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 6,560 വോട്ടാണ്. ബിന്നി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു മത്സരാർത്ഥിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ വോട്ടിലും അത് സ്വാധീനിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ആകാശ് സാബുമാനാണ്. പുറത്താകുമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ വ്യക്തിത്വമാണ് സാബുമാൻ. എന്നാൽ മറ്റുള്ള ചില ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടി ചില ആളുകൾ സാബുമാൻ ഇങ്ങനെ നിരന്തരമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് എന്നതിന് തെളിവാണ് സാബുമാന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 5,890 വോട്ട്. 10ാമതുള്ളത് ആദിലയാണ്. ആദില ഭയങ്കരമായ അഹങ്കാരവും തൻ്റെ ഇടവും തലയ്ക്ക് പിടിച്ച് എന്താണ് കാണിക്കുന്നതെന്ന് ഒരു പിടിയുമില്ലാതെ നടക്കുന്നത് കൊണ്ട് തന്നെ ആദിലയെ പ്രേക്ഷക സമൂഹം കൈയൊഴിഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ. 5,200 വോട്ടുകൾ മാത്രം നേടി 10ാം സ്ഥാനത്താണ് ആദില നിലവിലുള്ളത്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്ന വോട്ട് 5,050 ഈ ആഴ്ച എവിക്ഷൻ നടക്കുകയാണെങ്കിൽ പുറത്തു പോകാനുള്ള ചാൻസസ് കൂടുതലും ആര്യനാണ്. ആര്യൻ എന്തായാലും പുറത്താവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആര്യൻ അല്ലെങ്കിൽ ആദില, ഇവർ രണ്ടുപേരും ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആ വീട്ടിൽ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജെനുവിനായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെ നിങ്ങൾ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തുക. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.